ഹായ് ഫ്രണ്ട്സ്. അപ്പം എന്നോട് കുറച്ച് പേര് മെസ്സേജ് അയച്ച് ഡൗട്ട് ചോദിച്ചായിരുന്നേ. അപ്പം അവർക്ക് വേണ്ടി മാത്രമല്ല, ബാക്കി എല്ലാവർക്കും കൂടിയുള്ളതാണ്. അപ്പം ഈ ഡൗട്ടിൻ്റെ ഞാനിപ്പോൾ ഇവിടെ പറയാമേ. അപ്പം ആ ഡൗട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ റിസൾട്ട് വരുമല്ലോ ബയോപ്സിയുടെ. അപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റേജ് ഏതാണെന്ന് നമുക്ക് ഡോക്ടർമാർ പറയും, അല്ലെങ്കിൽ ആ റിസൾട്ടിലുണ്ടാവും. അപ്പോൾ ഏത് റിസൾട്ട് ആണെങ്കിലും നമുക്ക് കൂടുതലാണെങ്കിൽ അവർ പറയും നമുക്ക് റേഡിയോ ആക്റ്റീവ് മെഡിസിൻ എടുക്കണം, ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇല്ലെങ്കിലും റേഡിയോ ആക്റ്റീവ് മെഡിസിൻ എടുക്കണം എന്ന് പറയും. അപ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് മെഡിസിൻ എന്താണെന്ന്, റേഡിയോ ആക്റ്റീവ് മെഡിസിൻ ഒന്നുമില്ല, ആദ്യം ഒരു ചെറിയ ഡോസ് തരും നമുക്ക്. ആ ഡോസിൽ നമുക്ക് അറിയാൻ പറ്റും, ആ ചെറിയ ഡോസിൽ നമുക്കൊരു വെള്ളം പോലത്തെ ഒരു സാധനമാണ് കുടിക്കാൻ തന്നത്, അതുകൊണ്ട് നമുക്ക് കേടൊന്നുമില്ല. പിന്നെ റേഡിയോ ആക്റ്റീവ് മെഡിസിൻ എടുക്കുമ്പോൾ കുറച്ച് ഡയറ്റ് ഉണ്ട്. ഡയറ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 ആഴ്ച അവർ നമ്മളോട് പറയും പുറത്തുള്ള ഭക്ഷണം കഴിക്കരുത്, സോൾട്ട്, ഉപ്പ്, നമ്മുടെ വീട്ടിലുള്ള ആശീർവാദ് സോൾട്ടോ അങ്ങനെയുള്ള സോൾട്ട് ഒന്നും കൂട്ടാൻ പാടില്ല. പിന്നെ കായൽ, മീൻ അങ്ങനെയുള്ളൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ഇന്ദുപ്പാണ് നമ്മൾ തന്നത്, ഇന്ദുപ്പാണ് നമ്മൾ കഴിക്കണത്. അപ്പം നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഈ ഇന്ദുപ്പിട്ടിട്ട് വേണം കറികളും ഫുഡും എല്ലാം കഴിക്കാനായിട്ട്. നമുക്ക് തൈറോയിഡിന്റെ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 50-ന് മേലെ പോകണം, എന്നാൽ മാത്രമേ റേഡിയോ ആക്റ്റീവ് മെഡിസിൻ എടുത്തിട്ട് നമ്മുടെ ദേഹത്ത് പിടിക്കുകയുള്ളു. ഈ വറുത്തതും പൊരിച്ചതായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കരുത്. പരമാവധി നമ്മൾ പുറത്തുനിന്നെല്ലാം ഒഴിവാക്കാം. ഞാൻ ചായയൊന്നും കുടിക്കില്ലായിരുന്നു, പക്ഷെ ചായയൊക്കെ കുടിക്കാന്ന് പറയായിരുന്നു. എന്നാലും ഞാൻ ഈ ചാറ്റ് GPT, ജെമിനിയിലൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഒരു ഇന്ന സാധനങ്ങൾ കഴിക്കാം, ഇന്ന സാധനങ്ങൾ കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ലിസ്റ്റ് വരെ നമുക്ക് അതിൽ തരും. അപ്പം ഞാനതനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പുറത്തുള്ള ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ഇന്ദുപ്പ് അമ്മ എല്ലാത്തിനും ചോറിലും മസാലകളിൽ വരെ അമ്മ നോക്കിയിട്ട് നമുക്ക് ചെയ്യുള്ളായിരുന്നല്ലോ. പിന്നെ ഒരു 3 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയ ഡോസ് തരും. ആ ചെറിയ ഡോസിൽ നമുക്കിത് ഒരു സ്കാനിങ് ഉണ്ട്. അത് ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. അപ്പോൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടായിരിക്കും നമുക്ക് ആ അയോഡിൻ സ്കാൻ എടുക്കണം. പിന്നെ ഈ ലോ ഡോസ് അയോഡിൻ സ്കാനാണ് എടുക്കണമെങ്കിൽ, അയോഡിനാണ് നമുക്ക് കുടിക്കാൻ തന്നെയെങ്കിൽ നമ്മളൊരു 5 ദിവസം നമ്മുടെ ചെറിയ മക്കളുടെ അടുത്തുനിന്ന് നമ്മൾ മാറിയിരിക്കണം. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരും വുമൻസിൻ്റെ നിന്ന് മാറിയിരിക്കണം. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാൻസർ നമ്മുടെ റേഡിയേഷൻ, നമ്മുടെ ബോഡിയിലെ റേഡിയേഷൻ കാരണം അവർക്കും വരാം. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ അടുത്തോട്ട് പോകരുതെന്ന് പറയണത്. ഇനി ഹൈ ഡോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 21 ദിവസമെങ്കിലും മാറിയിരിക്കണം, കൊച്ചുങ്ങളുടെ അടുത്തും ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുടെ അടുത്തൊന്നും. പിന്നെ വലിയ ആൾക്കാരുടെ അടുത്തുനിന്ന് ഒരു 10 ദിവസം മാറിയിരിക്കണം. നമ്മുടെ കൊറോണയിൽ നമ്മൾ കണ്ടില്ലേ, നമ്മളൊരു റൂമിൻ്റെ ഉള്ളിൽ അടച്ച് നമുക്ക് ഫുഡൊക്കെ നമ്മുടെ പാത്രത്തിൽ തന്നെ, നമ്മൾ തന്നെ ആ പാത്രം കഴുകുക, നമ്മൾ തന്നെ പോയി വാഷ് ചെയ്യുക, അതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഈ കൊറോണയ്ക്ക് എങ്ങനെയാണോ അത് തന്നെ നമ്മളൊരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കണം. ബുദ്ധിമുട്ടാണ് എന്നാലും, പക്ഷെ നമുക്ക് കേടൊന്നുമില്ല. ഫോൺ ഉപയോഗിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കാം, പാട്ട് കേൾക്കാം. നമുക്കിതുകൊണ്ട് ആകെ വന്നത് ടേസ്റ്റ് വ്യത്യാസം വരും. നമ്മുടെ വായിലുള്ള ഉപ്പും അങ്ങനെ ടേസ്റ്റ് ഇല്ലാതെ നമുക്ക് വരും. അതൊരു 1 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശരിയാവും. പിന്നെ റേഡിയോ ആക്റ്റീവ് മെഡിസിൻ റേഡിയേഷനെക്കാളും എത്ര നല്ലതാണെന്നറിയോ? റേഡിയോ ആക്റ്റീവ് മെഡിസിൻ, റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാക്കും നമ്മുടെ ദേഹം മൊത്തം എരിയണ വേദനയും, ഒരു തുള്ളി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. പക്ഷെ റേഡിയോ ആക്റ്റീവ് മെഡിസിൻ അങ്ങനെയല്ല, നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാം. നമ്മുടെ ദേഹത്തിന് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് റേഡിയേഷൻ അടിക്കും, അത് മാത്രമുള്ളൊരു പ്രശ്നം. പിന്നെ ഈ ഹൈ ഡോസ് ആണെങ്കിലും ലോ ഡോസ് ആണെങ്കിലും ഇതിനൊരു സ്കാനിങ് ഉണ്ട്, അത് നമ്മൾ എടുത്തിരിക്കണം. ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ റേഡിയോ ആക്റ്റീവ് മെഡിസിൻ്റെ സ്കാൻ ഉണ്ട്, അതെടുത്തിട്ട് ഇത് ഫലമുണ്ടായോ എന്ന് നമ്മൾ നോക്കണം. എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ ഇല്ലയോ നോക്കണം. പിന്നെ ഇതൊരു 6 മാസം കൂടുമ്പോൾ എടുക്കണം, നല്ലതാണ്. കാരണം നമ്മുടെ എന്തെങ്കിലും എവിടെയെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് പോവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാപ്പിലറി ഒട്ടും പേടിക്കണ്ട, അത് ഫുള്ള് റിമൂവ് ആയി പോവും. നിങ്ങൾ എവിടെ പേടിക്കണോ അവിടെ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രോഗം ഫുൾ നമ്മുടെ സ്പ്രെഡ് ആവും. അപ്പോൾ ഏത് സ്റ്റേജും ആയിക്കോട്ടെ, ഏത് ക്യാൻസർ ആയിക്കോട്ടെ, പേടിക്കരുത്. പേടിച്ചാൽ നമ്മൾ ആ രോഗം മൊത്തം നമ്മുടെ ശരീരത്തെ മൊത്തം കീഴടക്കും. അപ്പോൾ സന്തോഷത്തോടെ ഇരുന്ന് നോക്കിക്കേ,
ഈ സ്കാനിങ് കൊണ്ടോ ഈ റേഡിയോ ആക്റ്റീവ് മെഡിസിൻ കൊണ്ടോ നമ്മുടെ ദേഹത്ത് ഒരു വേദന പോലും ഉണ്ടാവില്ല. പിന്നെ കീമോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ നമ്മൾ സ്തുതിക്കണം. കാരണം ഈ തൈറോയിഡിന് നമുക്ക് കീമോ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇനി ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് മെഡിസിൻ ഒന്നുമല്ല, ഒരു വെള്ളം നമ്മൾ കുടിക്കണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം, ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ആവശ്യമുള്ള കുറേ പേരുണ്ട്. കാരണം എനിക്കൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. പറയണം, നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടി വന്നതിനേക്കാളും കുറവ് അവർക്ക് സംഭവിക്കുള്ളൂ. അപ്പൊ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.